സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അമേ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ അമേ നമ്മൾ കേൾപ്പാനിടയായി. കർത്താവ് നമ്മളെ ബലപ്പെടുത്തി, നമ്മളെ ശക്തീകരിച്ച് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തു. അമേ ചേട്ടനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ കഴിയില്ല. അമേ ഞങ്ങളുടെ അമ്മയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഈ നിലയിലേക്ക് ഒരുക്കിക്കൊണ്ടുവരുവാൻ. അമ്മയെന്ന് അമേനില്ല എങ്കിലും ആ സുവിശേഷത്തിൻ്റെ ഒരു തീയെ ഞങ്ങളെ ആത്മീയത്തിൽ നിർത്തുവാൻ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് അതേപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കും ഞങ്ങളെ 3 പേരും കർത്താവ് സഹായിച്ചു. ഞാനും ചേട്ടനെന്ന് പറഞ്ഞാൽ ചേട്ടായിക്ക് ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ് ഞങ്ങൾ കൊടുത്തേക്കണേ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു. ആമേൻ. ഒരു പുതിയ ഷർട്ട് മേടിച്ചാൽ ആദ്യം എന്നെ ഇടിക്കും. കാരണം ചേട്ടൻ 8ാം ക്ലാസ്സിലെ പഠിപ്പ് നിർത്തി ചേട്ടൻ എന്ത് ചെയ്തു, ജോലിക്ക് പോയി. അപ്പോൾ എന്നോട് പറയും, നീയാണ് സ്കൂളിൽ പോണേ, നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാൻ ഞാൻ കാശ് തരും, അതുകൊണ്ട് നീ ആദ്യം ഇട്ടിട്ട് എനിക്ക് തന്നായെന്ന് പറയും. ആമേൻ. ഞാൻ സൗദിയിലായിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ കാല് മുറിച്ചത്. അന്ന് എൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം ഞങ്ങൾ അത്ര ഒരു ആത്മാർത്ഥമായിട്ട് അമ്മ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആത്മീയ ഒരു ബന്ധത്തെക്കുള്ള ഇത് സഹോദരന്മാരെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന് പോലെ ഒരു ബന്ധമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു, ഞാനിപ്പോൾ ഈ സൗദിയിലെ കഴിഞ്ഞ 3 മാസം മുമ്പ് പോയപ്പം ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം ഒരു 2 വർഷത്തിന് മേലെയായി ഈ വീട് വാർത്തിട്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ 3 മാസമായപ്പോൾ എന്ത് ചെയ്തു, കയറി പോരേണ്ടി വന്നു. പക്ഷെ എങ്കിലും മനസ്സിലെ ആഗ്രഹപ്രകാരം കർത്താവ് മറ്റൊരു വ്യക്തി എന്ത് ചെയ്തു, ഒരുക്കി. കാരണം ഈ ദേശത്ത് ഈ ചേട്ടനിൽ ഞങ്ങൾ 3 പേരും ഇവിടെ ആരുടെ വീടൊക്കെ പണിയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് എല്ലാവരെയും പോയി സഹായിക്കും ഒക്കെ ചെയ്യുന്നൊരു ചേട്ടനാണ്. നല്ലൊരു ഉപകാരിയാണ്. ഇങ്ങനെയൊന്നുമല്ലായിരുന്നു, ഭയങ്കര ആരോഗ്യമായിരുന്നു പുള്ളി. ഇങ്ങനെ എന്താ പറയുക, 6 പാക്കൊക്കെ ആയിട്ട് നല്ല തടിപ്പണിക്കാരനായിരുന്നു. ഇപ്പോഴാണ് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടത്. പക്ഷെ അന്ന് അപ്പം ഇവിടെ വന്ന ആ ചേട്ടൻ പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഗുണമായിരിക്കും, ചേട്ടൻ പലരെയും സഹായിച്ചിട്ടുള്ളതായതുകൊണ്ടായിരിക്കും ദൈവം ഞങ്ങളെ അയച്ചതെന്ന് ആ ജാതിനായി വ്യക്തി പറഞ്ഞു. അപ്പം എന്തായാലും ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും ഒരു കൂടെ നന്ദി പറയുന്നു. ഒരു വാക്യൊന്ന് വായിച്ചു ഒരു ചെറിയ ചിന്തയോട് പറഞ്ഞ് നമുക്ക് ദൈവത്തിൽ ഇരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം മതി. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ സ്ഥലം ഒരുക്കിയാൽ എന്ത് ചെയ്യും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് എന്ത് ചെയ്യും, പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. അപ്പോൾ ഇവിടെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊരു ഭവനം ആവശ്യമാണ്. ഇതൊരു നിഴല് മാത്രമേ ഉള്ളൂ. ആമേൻ. നമുക്കറിയാം, ഇനിയിപ്പോ ഭവനങ്ങളില്ല എന്ന് വെച്ചാൽ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. വേദപഠിതാക്കൾ പറയുന്നത് പുതിയ യെരൂശലേം നഗരത്തില് ഒരു ഭക്തന് വേണ്ടി 1 ഏക്കർ 12 സെന്റ് സ്ഥലം കിട്ടുന്ന പറയുന്നത്. വെളിപ്പാട് ദിവസം 21 അദ്ദേഹത്തെ ആധാരമാക്കിയിട്ട് അവർ പറയുന്നത് ഓരോ ഭക്തൻ തട്ടുകളായിട്ട് എന്ത് ചെയ്യാണ് പണിത് വെച്ചാൽ, അതായത് 1200 കിലോമീറ്റർ നീളവും 1200 കിലോമീറ്റർ വീതിയും 1200 കിലോമീറ്റർ ഉയരമാണ് പുതിയ യെരൂശലേം നഗരത്തിന്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള നീളമാണ് സമയതരമായി കിടക്കുന്ന ഈ പുതിയ യെരൂശലേം നഗരം. അപ്പൊ ഇതിനെ തട്ടുകളായിട്ട് തിരിച്ചാൽ 1 ഏക്കർ പിന്നെ എന്താണ് 12 സെന്റ് സ്ഥലം ഓരോ ഭക്തനെ കിട്ടും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്യണ്ട, ഭാരപ്പെട്ട് പോകേണ്ട കാര്യമില്ല. കിട്ടിയാൽ സന്തോഷം, കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഈ പണിത വീട് ഒരു നിഴലായിട്ട് നിൽക്കുക. പക്ഷെ കർത്താവ് പറയാണ്, ഒറിജിനൽ ഭവനം എന്ത് ചെയ്യാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരുക്കാൻ പോകുകയാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് കടന്നു പോകേണ്ടവരാ. അമേൻ. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? ഇതൊക്കെ എന്താണ്, നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യങ്ങൾ പഠിക്കുമ്പോൾ, മകനായി ഇസ്ഹാക്കിനോടും കൊച്ചുമകനായി യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. ശ്രദ്ധിക്കണം, ഇസ്രായേൽ എന്ന ആ രാജ്യം ഇന്നിപ്പോ ഒരു കാൽഭാഗം മാത്രമേ ഇസ്രായേലിന്റെ കയ്യിലുള്ളൂ. പക്ഷെ അന്ന് അബ്രഹാമിന് കൊടുത്ത ഈ ഭൂപ്രദേശം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മുതലാളിയാണ് ആര്? യജമാനാണ് അബ്രഹാം. എന്നിട്ടും അബ്രഹാം എന്ത് ചെയ്തു? അവന് ദൈവം കൊടുത്ത ദർശനം എന്ന് പറയാമോ, പുതിയ യെരൂശലേം നഗരത്തെ കുറിച്ച് കാഴ്ചപ്പാട് കൊണ്ട് കൊടുത്തു. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ഈ ഒരു രാജ്യം മൊത്തം കെട്ടിയിട്ടും പുള്ളി അവിടെ ഒരു കൊട്ടാരം പണിയാതെ, ഇവിടെ ഞാൻ ടെന്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, താൽക്കാലികമായ കൂടാരം അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് പൊളിച്ചു കൊണ്ടുപോകേണ്ടതാണ്. നിലനിൽക്കുന്ന നഗരം എവിടെയാണ്? എനിക്ക് അവിടെ കർത്താവ് ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് അതാണ് എന്റെ പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു ഈ ഒരു രാജ്യത്ത് പുള്ളി ഒരു കൂടാരങ്ങളിൽ പാർത്തുവന്ന് കണ്ടോ. അപ്പോൾ യഥാർത്ഥമായി ദൈവവിളി മാത്രമേ കേട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പത്രോസ്, പൗലോസ് എന്നുള്ള ഭക്തന്മാർക്ക് കിട്ടിയ വെളിപ്പാട് മൊത്തം എഴുതി കിട്ടിയ പ്രമാണം നമുക്കുണ്ട്. ആമേൻ. അന്ന് അബ്രഹാമിന് ഇതൊന്നും ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഈ കാഴ്ചപ്പാട് പ്രാപിച്ചെങ്കിൽ ആമേൻ, നമ്മൾ നിശ്ചയമായിട്ട് നേരം ആമേൻ നിലനിൽക്കുന്ന നഗരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്.
കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആമേൻ ആ നഗരത്തിന് വേണ്ടി ഒരു പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ആമേൻ ഇവിടുത്തെ ലോകത്തിലെല്ലാം കിട്ടിയാൽ നമുക്ക് അനുഭവിക്കാം. നല്ല വാഹനം നല്ലതാണ്, നല്ല വീട് നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ ബൈബിൾ പറയുന്ന സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. നമ്മുടെ ലക്ഷ്യം എവിടെയായിരിക്കണം? ഉയരത്തിൽ തന്നെ ആയിരിക്കണം. നമ്മളിന്ന് കാലത്ത് പറഞ്ഞ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്യം എന്താണ്? നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ആമേൻ ഉയരത്ത് തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്ത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ നമ്മുടെ ചിന്തയും അന്വേഷണം എവിടെയായിരിക്കണം? നിലനിൽക്കുന്ന നഗരത്തിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി. ആമേൻ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഒരുക്കുവാൻ, ഒരു സ്ഥലം ഒരുക്കുവാൻ കർത്താവ് പോയേക്കുകയാണ്. ആ കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ട് ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, വേർപാടോടെ ജീവിക്കണം, ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കണം. ദൈവം വചനമനുസരിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:1-2 വാക്യം പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇതുവരെ ഇന്നതാകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. 3-ാം വാക്യം പറഞ്ഞ, അവനിൽ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരുന്നപ്പോഴാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. ആ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലി എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെ നിർമ്മലനായോ അതേപോലെ നമ്മെ ഒരുക്കിയെടുത്താൽ മാത്രമേ, നിർമ്മലരായി നിന്നാൽ മാത്രമേ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എടുക്കപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ലോകത്തിന്റെ ഇമ്പങ്ങൾ വിട്ട്, ലോകത്തിന്റെ ഇച്ഛകൾ വിട്ട്, അതാണ് 1 യോഹന്നാൻ 2:15 പറഞ്ഞത്, ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ പ്രത്യാശ എവിടെ ആയിരിക്കട്ടെ? കർത്താവിങ്കലായിരിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ദിവസത്തിൽ കണ്ണുകളെ ചാട്ടെ, വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചാട്ടെ. അതിൽ അനേക വചനങ്ങൾ നമ്മൾ കേട്ടു. നിങ്ങൾ യാചിക്കുന്നവർക്കെയും ലഭിച്ചെന്ന് വിശ്വസിക്കുകയും എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്ന് കേട്ടു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഐക്യതയോടെ പ്രാർത്ഥിക്കണം. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് കർത്താവിന്റെ ദാസരിലൂടെ കേട്ടു. അനേക ദൈവിക വചനങ്ങൾ നമ്മുടെ ആത്മീക വർധനയ്ക്കുള്ള, ശുദ്ധീകരണത്തിനുള്ള, അനുഗ്രഹത്തിലുള്ള വചനങ്ങൾ നമ്മൾ കേൾപ്പാനിടയായി. യാക്കോബ് 1:22 പറയുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അങ്ങനെ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ അത്യന്തമായ ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകരാനതായിട്ട്, ഒരു അഭിഷേകത്തിന്റെ ശക്തിയാൽ കർത്താവ് നമ്മളെ നിറയ്ക്കേണ്ടതിനായിട്ട്, ഈ കേട്ട വചനപ്രകാരം ഒരുക്കപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചപ്പോൾ മോളി ചേച്ചി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh Jesus, hallelujah, hallelujah.